ഉപയോഗിക്കുന്ന അരിപ്പൊടി, ആ അരിപ്പൊടിയാണെങ്കിലും മതി. സത്യം പറഞ്ഞാൽ കോൺഫ്ലോറിനേക്കാൾ ഇച്ചിരി എഫക്റ്റീവ് അരിപ്പൊടിയാണ്. ഏകദേശം മറ്റേത് ഒരു 4 സ്പൂൺ ആണെങ്കിൽ ഇത് 2 സ്പൂണ് കോൺഫ്ലോർ പൗഡറൂടെ ഇട്ട ശേഷം, അതല്ലെങ്കിൽ അരിപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കായിലേക്ക് അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ഓരോ പീസിലേക്കും നമ്മൾ ഇട്ടേക്കുന്ന ഈ പൊടിയെല്ലാം മസാലകളും എല്ലാം വരണം. അപ്പോൾ ഇതുപോലെ സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈകൊണ്ട് വേണമെങ്കിലും ഇളക്കി കൊടുക്കാൻ കുഴപ്പമില്ല. കാരണം ഇവിടെ ശരിക്ക് നമ്മുടെ പൊടി ഇതിൻ്റെ അകത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് പിടിപ്പിക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് 1-2 വെളിയിലേക്ക് പോയി നമുക്ക് എടുത്തിടാം. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവമാണല്ലോ, ഹോട്ടലൊന്നും അല്ലല്ലോ, ഒന്നും കുഴപ്പമില്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, നമ്മൾ ശരിക്കും ഇളക്കിയത് കൊണ്ട് തന്നെ ഈ പച്ച നിറം, അതായത് നമ്മുടെ വെണ്ടയ്ക്കയുടെ പച്ച നിറം പോലും ഒന്നും കാണത്തില്ല. അത്രയ്ക്ക് ശരിക്കും ഈ പൊടി ഇതിൻ്റെ അകത്തേക്ക് വന്നു എന്ന് തന്നെയാണ് അർത്ഥം. വേണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് കുട്ടിയെടുക്കാം. ഇങ്ങനെ കുട്ടിയെടുക്കുമ്പോൾ ഈ പൗഡർ മുഴുവൻ ശരിക്ക് നമ്മുടെ വെണ്ടയ്ക്കായിലേക്ക് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരല്പം വെള്ളം ഇതിലേക്ക് ഒന്നൊഴിക്കാം. കാരണം ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് സെറ്റാവണം. ഒന്നുകൂടെ ശരിക്കും ഇളക്കി കഴിഞ്ഞാൽ പൊടി ഇച്ചിരി കൂടെ ശരിക്കും ഇതിലേക്ക് പിടിക്കും. നേരത്തെ പിടിച്ചുകൊണ്ട് അത് കൂടാതെ ഒരല്പം കൂടി നല്ല കോട്ടിങ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇളക്കിയ ശേഷം ലാസ്റ്റ് മാത്രമേ വെള്ളം ഒഴിച്ച് ഇതുപോലെ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ കൈകൊണ്ട് ഇളക്കിയതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു മാത്രം. എങ്ങനെ ചെയ്താലും വേണ്ടില്ല, നമ്മുടെ ഈ വെണ്ടയ്ക്കായി മുഴുവൻ ശരിക്കും നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന എല്ലാ മസാലകളും എല്ലാ പൗഡറും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പായിരിക്കും. എന്താണെങ്കിലും ഒരു കാരണവശാലും ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ പൗഡറിൻ്റെ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഒരല്പം ഞാൻ കാണിച്ച ഒരല്പം വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ ശരിക്ക് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരല്പം കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റി എടുക്കാൻ വേണമെങ്കിൽ, കട്ട പിടിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 5 to 10 minutes ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ശരിക്ക് സെറ്റാകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 5 to 10 minutes ഇതുപോലെ തന്നെ. അപ്പോൾ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ആയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ശരിക്കും എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് നേരെ നമുക്ക് എണ്ണയിലേക്ക് നമുക്കിതിടാം. ഒരു കാര്യം പ്രത്യേകം